ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ജനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ സിരകളിൽ ഒരു ജനാധിപത്യ ബോധം ഇങ്ങനെ ഇരച്ചു കയറും. എന്നാൽ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് നമ്മൾ ജനങ്ങളെന്നാൽ ആരാണ്? വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കുമ്പോൾ അതിൻ്റെ പഞ്ചസാരയ്ക്ക് വരെ സർക്കാരിലേക്ക് നികുതി അടച്ച് തങ്ങളുടെ അടിമ ജീവിതം തുടങ്ങുന്ന കുറേ പാവങ്ങൾ. നമ്മൾ ടാക്സ് അടയ്ക്കും, നമ്മൾ വെയിലത്ത് ക്യൂ നിൽക്കും, പെട്രോൾ പമ്പിൽ വണ്ടിക്ക് 100 രൂപയുടെ എണ്ണ അടിക്കുമ്പോൾ 60 രൂപയും ഭരണാധികാരികൾക്ക് ഖജനാവിലേക്ക് ഇട്ടുകൊടുക്കും. എന്തിനു വേണ്ടി? നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ തമ്പുരാക്കന്മാർക്ക് സുഖിക്കാനും അവർക്ക് AC കാറുകളിൽ പറക്കാനും. ഇവിടെയും ചില VVIPകളുണ്ട്. അവർക്ക് നിയമമില്ല, ചട്ടങ്ങളില്ല, ഭരണഘടനയോട് യാതൊരു ബാധ്യതയുമില്ല. ജനാധിപത്യമെന്നാൽ അവർക്ക് സ്വന്തം തറവാട്ടിലെ ആധാരമാണ്. ആ ആധാരം വച്ച് അവർ ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന ഒരു പുത്തൻ ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പദ്ധതിയുടെ പേര് മക്കൾക്ക് ഒരു സ്റ്റേറ്റ് കാർ. കോൺഗ്രസ് മന്ത്രിമാരുടെ മക്കൾക്ക് കല്യാണ ഓട്ടത്തിന് സ്റ്റേറ്റ് കാർ തികച്ചും സൗജന്യം. അതെ, വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളൊക്കെ വീട്ടിലൊരു കല്യാണം വന്നാൽ റെൻ്റേ കാറുകാരൻ്റെ കാല് പിടിക്കാനും വണ്ടിക്കൂലി കൊടുക്കാനും നെട്ടോട്ടം ഓടുന്നവരാണ്. എന്നാൽ ഇവിടെ ഔദ്യോഗിക പദവിയുടെ പ്രതീകമായ ചുവന്ന ബോർഡും കൊടിയും വച്ച നമ്പർ 7 സർക്കാർ കാർ മന്ത്രിപുത്രന്മാർക്ക് താലി കെട്ടാൻ പോകാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് സാധാരണക്കാരുടെ കേരളമല്ല സുഹൃത്തുക്കളെ, ഇത് പ്രിവിലേജുകളുടെ സ്വന്തം നാടാണ്. കോൺഗ്രസ് ഭരണത്തിന് കീഴിലെ UDFൻ്റെ ആദർശ കേരളം. നമുക്ക് നേരെ ഗുരുവായൂരിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം അവിടെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ഗംഭീര കാഴ്ച നടന്നു. ചുറ്റും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, നാമജപങ്ങൾ, ഭക്തരുടെ തിരക്ക്. പെട്ടെന്ന് പോലീസുകാർ ചുറ്റും വലയം തീർക്കുന്നു. ക്യാമറകളുടെ ഫ്ലാഷുകൾ മിന്നുന്നു. ദാ വരുന്നു ഒരു രാജകീയ വാഹനം, സംസ്ഥാന സർക്കാരിൻ്റെ നമ്പർ 7 സ്റ്റേറ്റ് കാർ. കാർ വന്നു നിൽക്കുന്നു. അതിൽ നിന്ന് രാജകീയമായി ഒരാൾ ഇറങ്ങുന്നു. ആരാണ്? സാക്ഷാൽ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി KP അനിൽകുമാർ. വരട്ടെ, മന്ത്രിമാർക്ക് അമ്പലത്തിൽ വരാമല്ലോ, അദ്ദേഹത്തിന് ദർശനം നടത്താമല്ലോ. പക്ഷേ പിന്നിലെ സീറ്റിൽ നിന്നും ഇറങ്ങി വന്നത് മറ്റൊരാളാണ്. മന്ത്രിയുടെ മകൻ ഡോക്ടർ അർജുൻ, സാക്ഷാൽ കല്യാണച്ചക്കൻ. മന്ത്രിയുടെ 7ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ പ്രതിശ്രുത വരൻ മാതാപിതാക്കൾക്കൊപ്പം വന്നിറങ്ങുന്നു. കാർ നിർത്തുന്നു. ഒരുപറ്റം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ മന്ത്രി എല്ലാവർക്കും കൈ കൊടുത്ത് കുശലം പറഞ്ഞ് അമ്പലത്തിലേക്ക് കയറുന്നു. എന്താ ഒരു സമാധാനം, എന്താ ഒരു സന്തോഷം, എന്താ അല്ലേ? ഒരച്ഛൻ്റെ സ്നേഹം. മകൻ്റെ കല്യാണത്തിന് അവനെ സ്വന്തം കാറിൽ കൊണ്ടുപോകാൻ ഏതച്ഛനാണ് ആഗ്രഹിക്കാത്തത്? അവിടെയാണ് ഈ നാടകത്തിലെ യഥാർത്ഥ കോമഡി കിടക്കുന്നത്. മിസ്റ്റർ അനിൽകുമാർ സാർ, ഈ കാർ അങ്ങ് സ്വന്തം പറമ്പ് വിറ്റ കാശ് കൊണ്ട് വാങ്ങിയതാണോ? അല്ല. ഇത് അങ്ങയുടെ കുടുംബ സ്വത്താണോ? അല്ല. മന്ത്രിക്ക് അനുവദിച്ച ഈ സ്റ്റേറ്റ് കാറിൽ ഡീസൽ അടിക്കുന്നത് മുതൽ ടയറിൽ കാറ്റടിക്കുന്നത് വരെ ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. 7ാം നമ്പർ സ്റ്റേറ്റ് കാർ അനിൽകുമാർ എന്ന കോൺഗ്രസ് മന്ത്രിക്ക് കൊടുത്തത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കോ മകൻ്റെ കല്യാണത്തിന് വരൻ്റെ വാഹനമായി ഉപയോഗിക്കാനോ അല്ല. മകൻ്റെ കല്യാണത്തിനും മകളുടെ വളയിടീലിനും മരുമകളുടെ വയറുകാണൽ ചടങ്ങിന് ഉപയോഗിക്കാനുള്ളതല്ല ഈ നാട്ടിലെ പാവങ്ങളുടെ കാശ് കൊണ്ട് വാങ്ങിയ സർക്കാർ വാഹനം. ഇത് അനിൽകുമാർ അയാളുടെ പദവിയും ഔദ്യോഗിക കാറും ദുരുപയോഗം ചെയ്തത് തന്നെയാണ്. പച്ചയായ അധികാര ദുർവിനിയോഗം. മയക്കം കുത്തിപ്പിടിച്ച് ക്യാമറയും തൂക്കി നാടിൻ്റെ മുക്കിലും മൂലയിലും നീതി തേടി അലയുന്ന നമ്മുടെ മാധ്യമ സിംഹങ്ങൾ ഈ കാർ ഗുരുവായൂരിൽ വന്നിറങ്ങുന്നത് കണ്ടില്ലേ? കണ്ടു. അവർക്ക് ഈ കാർ ഏതാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നിട്ടും എന്തുകൊണ്ടൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നില്ല? എന്തുകൊണ്ട് രാത്രി 8 മണിക്ക് ചാനൽ മുറികളിൽ അന്തിച്ചർച്ചകൾ നടന്നില്ല? എന്തുകൊണ്ട് പാനലിലിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ തൊണ്ട കീറി അലറിയില്ല? കാരണം ആ കാറിൽ വന്നിറങ്ങിയത് ഒരു കോൺഗ്രസ് മന്ത്രിയുടെ മകനാണ്. അവിടെ ഈ മാധ്യമങ്ങൾക്ക് കാഴ്ച മങ്ങും, കേൾവി കുറയും, നാവിറങ്ങിപ്പോകും. അധികം പുറകോട്ടൊന്നും പോകണ്ട. ഈ പറയുന്നതിന് 2 ആഴ്ച മുൻപ് ഇതേ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു സംഭവം നടന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വന്നു, അത്രയേ ഉള്ളൂ. അയാൾ സർക്കാർ കാറിലല്ല വന്നത്, ഖജനാവിലെ പണം എടുത്തല്ല വന്നത്. രാഷ്ട്രീയത്തിൻ്റെ 7 അയലത്ത് പോലും വരാത്തൊരു സാധാരണ പൗരനായി, ഒരു സ്വതന്ത്ര വ്യക്തിയായി അദ്ദേഹം അമ്പലത്തിൽ വന്നു. പ്രാർത്ഥിക്കാനാണോ വെറുതെ അമ്പലം കാണാനാണോ എന്ന് പോലും അറിയില്ല. പക്ഷേ അന്ന് എന്തായിരുന്നു ഇവിടെ പൂരം? എൻ്റെ പൊന്നോ, കേരളം നടുങ്ങിയില്ലേ? രാഷ്ട്രീയ എതിരാളികൾ മുതൽ രാഷ്ട്രീയ നിരീക്ഷകർ വരെ പുച്ഛം, പരിഹാസം, വിമർശനം എന്നിങ്ങനെ ലഭ്യമായ എല്ലാ വികാരങ്ങളും ചാനൽ മുറികളിൽ ചൊരിഞ്ഞു. ദേ വരുന്നു പിണറായിയുടെ മകൻ അമ്പലത്തിൽ. കമ്മ്യൂണിസ്റ്റിൻ്റെ മകൻ അമ്പലത്തിൽ പോകുന്നോ എന്ന് ചോദിച്ച് മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളി. സ്വന്തം വണ്ടിയിൽ സ്വന്തം കാശം മുടക്കി അമ്പലത്തിൽ വന്നപ്പോൾ കുരച്ചു ചാടിയവർ ഇന്ന് കോൺഗ്രസ് മന്ത്രിയുടെ മകൻ പൊതുജനത്തിൻ്റെ നികുതിപ്പണത്തിൽ വാങ്ങിയ ഔദ്യോഗിക കാറിൽ താലി കെട്ടാൻ വന്നിറങ്ങിയപ്പോൾ
എവിടെ പോയി ഒളിച്ചു? പിണറായി വിജയൻ്റെ വീട്ടിലെ പട്ടി പെറ്റാൽ പോലും പ്രൈം ടൈം ചർച്ച നടക്കുന്ന നാട്ടിൽ ഈ നഗ്നമായ അധികാര ദുർവിനിയോഗം തീർച്ചയായും വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ആര് കൊടുക്കാൻ? മാധ്യമങ്ങളുടെ നാവ് കോൺഗ്രസ് ഓഫീസിൽ പണയം വച്ചിരിക്കുകയാണല്ലോ. തൊട്ടതിനും പിടിച്ചതിനും ഭരണകൂട ഭീകരതയെക്കുറിച്ച് പ്രബന്ധങ്ങൾ രചിക്കുന്ന മഹാരഥന്മാർ എവിടെ പോയി? കാരശ്ശേരി മാഷും ജോസഫ് സി മാത്യുവും അഡ്വക്കേറ്റ് ജയശങ്കറുമൊക്കെ എവിടെ? റോയ് മാത്യു, ആസാദ്, ജോയ് മാത്യു, ഹരീഷ് പേരാടി, കൽപ്പറ്റ, കബിക്കാട്, പെരുവന്താനം, പൊടിപ്പാറ, ചേക്കുട്ടി തുടങ്ങിയ ഇത്യാദി നിഷ്പക്ഷവാദികൾക്കൊന്നും ഈ ജനാധിപത്യത്തിൻ്റെ പുതിയ ഗുരുവായൂർ സൗന്ദര്യ മോഡലിനെ പറ്റി ചാനലുകളിൽ എന്തെങ്കിലും ഒന്ന് മൊഴിയാൻ തോന്നിയില്ലേ? മൊഴിയില്ല. കാരണം അവരുടെയൊക്കെ സിരകളിൽ ഇപ്പോൾ ഓടുന്നത് ചോരയല്ല, മറിച്ച് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ആനുകൂല്യങ്ങളുടെ ദ്രാവകമാണ്. സാധാരണക്കാരൻ്റെ കാശെടുത്ത് മന്ത്രിമാർ കല്യാണം നടത്തുമ്പോൾ ഈ നിഷ്പക്ഷത ഒരു വല്ലാത്ത അസുഖമായി മാറുകയാണ് സുഹൃത്തുക്കളെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, മന്ത്രിയുടെ ഭാര്യയും മക്കളും സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കുന്നതിന് വിലക്കുണ്ടോ? അറിയാൻ വയ്യെങ്കിൽ പറഞ്ഞു തരാം. ഉണ്ട്, കൃത്യമായി വിലക്കുണ്ട്. മന്ത്രിയുടെ കാർ മന്ത്രിക്ക് കൊടുത്തതാണ്, മന്ത്രിയുടെ ഒഫീഷ്യൽ യാത്രകൾക്കായി കൊടുത്തതാണ്, അല്ലാതെ ഭാര്യയുടെയോ മക്കളുടെയോ സ്വകാര്യ ആവശ്യങ്ങൾക്കും കല്യാണ ഓട്ടത്തിനുമല്ല. അപ്പോൾ പിന്നെ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റിയത് തെറ്റാണോ? അല്ലെങ്കിൽ അപ്പോൾ ഈ മന്ത്രി സ്വന്തം മകനെ കാറിൽ കയറ്റിയാൽ എങ്ങനെ തെറ്റാകും? പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ക്ഷണിക്കപ്പെട്ട ഒരു ഔദ്യോഗിക പൊതുപരിപാടിക്ക് പോകുമ്പോഴാണ് കാറിൽ കയറ്റിയത്. വെള്ളാപ്പള്ളിയും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അത് പിണറായിയുടെ സ്വകാര്യ യാത്രയല്ല, ഇതുപോലെ കല്യാണ ഓട്ടവുമല്ല. ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഒരാൾ കയറുന്നതും പാവങ്ങളുടെ നികുതിപ്പണം കൊണ്ടോടുന്ന നമ്പർ 7 കാർ സ്വന്തം കുടുംബത്തിൻ്റെ കല്യാണ വണ്ടിയാക്കി മാറ്റുന്നതും ഒന്നല്ല സാർ. പിണറായി വിജയനെ വിമർശിക്കാൻ കാണിക്കുന്ന ആവേശത്തിൻ്റെ ഒരംശം പോലും സ്വന്തം നികുതിപ്പണം ദൂർത്തടിക്കുന്ന ഈ കോൺഗ്രസ് പ്രമാണിമാരെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കുമില്ല എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ഓർക്കുക, 5 വർഷക്കാലം ഇനിയും മുന്നിലുണ്ട്. മലയാളിയുടെ പൊതുബോധം അമർഷത്തോടെ പ്രാകിയിരുന്ന പല വിഷയങ്ങളും ഇതുപോലെ സാധാ സംഭവമായി മാറിക്കൊണ്ടിരിക്കും. ഇടത് കൈകൊണ്ട് ഇവരെ വിമർശിച്ചാൽ വലത് കൈകൊണ്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാകുമെന്ന് നമ്മുടെ നിഷ്പക്ഷ മാധ്യമങ്ങൾക്കും നന്നായി അറിയാം. ജനാധിപത്യത്തിൻ്റെ ഈ മഹത്തായ കല്യാണ മോഡൽ കണ്ട് കണ്ണു തള്ളിയിരിക്കുന്ന സാധാരണക്കാരോട് ഒന്നേ പറയാനുള്ളൂ: നമ്മൾ ഇനിയും മിണ്ടാതെ ടാക്സ് അടയ്ക്കുക. തമ്പുരാക്കന്മാർക്ക് ഇനിയും പല കല്യാണങ്ങൾക്കും പോകാനുള്ളതാണ്. അവർക്കുള്ള നമ്പർ 7 കാറുകൾക്ക് നമ്മൾ ഡീസൽ അടിച്ചു കൊടുക്കുക.